അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇത് എന്താണ് നമ്മളുടെ ഈ ഒരു ചാനലിലെ ഫസ്റ്റ് വീഡിയോവുമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ തെറ്റുകളും കാണും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ ഷിപ്സൊക്കെ അടങ്ങുന്നതാണ്. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നത് ഒരു BTS-FF ആയിട്ടാണ്, അല്ലാതെ ഇന്ന ഷിപ്പ് FF എന്നായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിലുള്ള കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും FF കണ്ടിട്ട് ഇത് ഒരു വൺ ഷോട്ടാക്കി ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് ശ്രമിക്കാം. होश बातों का अक्सर नहीं था, दिल हमारा तो शायर नहीं था, तूने लिख दी ये तकदीर वरना इश्क वाला मुकद्दर नहीं था। तेरी नजरों के करम छुटे हैं दिनों धर्म, किए जा तू किए जा अभी कुछ और सी। സർ, ആരാ? ഇവിടുത്തെ 3rd വാർഡിലെ റൂം നമ്പർ 7-ലെ പേഷ്യൻറ്റിനെ നോക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ ലിഫ്റ്റാ, പൊക്കോ. ഓ ആയിക്കോട്ടെ സർ. ഹലോ, എന്നെ നോക്കാൻ വന്ന പുതിയ ആളാണോ? അതേലോ. എന്നെ നോക്കാൻ എനിക്കറിയാം, വേറെ ആരും വേണമെന്നില്ല. ഹേയ്, ഡോണ്ട് ബി അപ്സെറ്റ് യാർ, ഇതെല്ലാം ഞാൻ മാറ്റിയെടുത്തോളാം. എന്നാൽ എനിക്ക് ദക്ഷയെ കാണിച്ചു തരുമോ? ആരാണാവോ ഈ ദക്ഷ? ഹേയ്. ആ ഹലോ സർ. അവൻ ദക്ഷയെ പറ്റി എന്ത് ചോദിച്ചാലും താനൊന്നും മിണ്ടാൻ നിൽക്കണ്ട. അതെന്താ സർ? തന്നോട് പറഞ്ഞത് കേട്ടാൽ മതി. ഓ ആയിക്കോട്ടെ സർ. ഡോ, നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ട് ഒരു മാസമായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? താൻ ചോദിക്ക്. എടോ, ആരാ ഈ ദക്ഷ? ഹേ, താൻ അപ്സെറ്റ് ആവുകയാണെങ്കിൽ പറയണ്ട. ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെട്രോ സ്റ്റേഷനിൽ വെച്ചാ ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. ഓ, തനിക്കൊന്ന് നോക്കി നടന്നൂടേടോ, ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അറിയുന്നത് ഞാനും അവളും ഒരേ കോളേജിലായിരുന്നു എന്ന്. പിന്നെ ഓരോ കോമാളിത്തരം കാണിച്ച് അവളുടെ പുറകെ ഞാനും കൂടി. പിന്നെ ഞങ്ങൾ നല്ല കൂട്ടായി. അങ്ങനെ ഒരു ദിവസം ദക്ഷ. ഹോ, പേടിച്ച് പോയല്ലോ ചെക്ക. എന്താ? ഇന്ന് നിന്നെ കാണാൻ എന്ത് രസാ. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. ഓ, നീ കൂടുതൽ സുഖിപ്പിക്കല്ലേ. പിന്നെ നിനക്ക് എന്താ പറയാനുള്ളേ? പറഞ്ഞോ. ദക്ഷ, അത് ഐ ലവ് യു ഡി. പിന്നെ ഞാൻ വിളിക്കുന്ന കോളുകളും ഞാൻ അല്ലാതെ വിളിക്കുമ്പോഴും ഒന്നും അവൾ എന്നെ നോക്കാതായി. അങ്ങനെ അവസാനം ഞാൻ ഒരു ദിവസം അവളോട് ചോദിച്ചു, എന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ അവൾ പറയാം, എനിക്ക് നിന്നെപ്പോലൊരു പൊട്ടനെ സ്നേഹിക്കാൻ അറിയില്ല, എന്നെ മുമ്പിൽ നിന്ന് പോകണമെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു കുറച്ച് നാളത്തേക്ക്. പിന്നൊരു ദിവസം ഞാൻ ഫെയർവെൽ പാർട്ടിക്ക് ചെന്നപ്പോൾ അവളുടെ അടുത്ത സുഹൃത്തായ ജെന്നിയെ കണ്ടു. ആ, ഇതാര്? ജെന്നിയോ? നിനക്ക് സുഖമാണോ ഓടി? ഓ, നമ്മക്കെന്ത് സുഖം, നമ്മളങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോണു. ആ പിന്നീടാ, നീ ഇപ്പോൾ ഗ്രൂപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ലേ? കുറേ മെസ്സേജ് ഇട്ടു നിനക്ക്. ഇല്ലടാ, ഞാനിപ്പോൾ ആ ഗ്രൂപ്പ് യൂസ് ചെയ്യാറില്ലടാ, ഞാൻ അതെടുത്ത് കളഞ്ഞു. അപ്പോൾ നീ വിവരങ്ങളൊന്നും അറിഞ്ഞു കാണില്ലല്ലോ. ദക്ഷയുടെ കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോൾ അവളെ കാണാനാണ് ഇവിടെ വന്നത്. ജെനി, നീ എന്തൊക്കെയാടി പറയുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞെന്നോ? എടാ, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, പഴയതൊക്കെ മറക്ക്. നീ അവളെയും കൂടെ കണ്ടിട്ട് പോ. എന്താടി നമ്മൾ ഈ സെമിത്തേരിയിൽ? എടാ, ഇതാടാ അവള്. देंगी बता नींदों में तेरी ही बात है, भूलूं
कैसे तुझे तू तो ख्यालों में साथ है. അവൾ നിന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നൂടാ. അവളുടെ അച്ഛൻ അത് പൊക്കി. അപ്പോൾ അവളുടെ അച്ഛൻ അവളെ നിർബന്ധിപ്പിച്ച് ഒരു കല്യാണം കഴിപ്പിച്ചതാ. അവൾക്ക് അയാളുടെ ഉപദ്രവം സഹിക്കാനായില്ല. അങ്ങനെ അവൾ സൂസൈഡ് ചെയ്തതാടാ. അങ്ങനെയാ ഞാൻ ഇവിടം വരെ എത്തിയത്. താൻ വിഷമിക്കാതെടോ. അന്ന് അതിൻ്റെ കാരണം അന്വേഷിച്ച് ഞാൻ പുറകെ പോയിരുന്നെങ്കിൽ അവളിപ്പോൾ ജീവനോടിരുന്നേനെ. എടോ, താനത് അറിഞ്ഞില്ലല്ലോ. അത് തൻ്റെ തെറ്റല്ല. അതുപോലെ താനിപ്പോൾ ഈ സ്നേഹിക്കുന്ന ദക്ഷ എന്ന് പറഞ്ഞ ആൾ തന്നെ മോളിൽ നിന്ന് ഇതെല്ലാം കാണുമ്പോൾ ആൾക്ക് എത്ര വിഷമം ഉണ്ടാക്കുമെന്ന് താൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹേയ് ജിസു, താനിങ്ങ് വന്നേ. എന്താ സാർ കുഴപ്പം? തന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് അവൻ ദക്ഷയെപ്പറ്റി ചോദിച്ചൊന്നും പറയുകയും ചെയ്യരുത്, താൻ അങ്ങോട്ട് ദക്ഷയെപ്പറ്റി ഒന്നും ചോദിക്കുകയും ചെയ്യരുതെന്ന്. സാർ, ഞാൻ ഒരു ലിസണറായിട്ട് ഇരുന്നേ ഉള്ളൂ, അതിനെന്താ ഇപ്പം ഇത്ര കുഴപ്പം? എടോ, ഇവിടെ ആദ്യമായിട്ട് വന്ന ദിവസം ഞാനും അവിടെ ഒരു ലിസണറായിട്ടിരുന്നതാ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് തനിക്കറിയൂ? സാർ, അതെന്താ അവിടെ ഒരു സൗണ്ട്? താനൊരു ലിസണറായിട്ടിരുന്നതിൻ്റെ ഭവിഷ്യത്താ ഇപ്പം അവിടെ കിടന്ന് കേൾക്കുന്നത്. ഓ മൈ ഗോഡ്, കോൾ ദി എമർജൻസി. ദക്ഷ.